ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് തയ്യാറാക്കാം. മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് 3 എണ്ണം, 1 ക്യാരറ്റ്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അത് 1 ടേബിൾ സ്പൂൺ വീതം കേട്ടോ. കട്ടിയുള്ള തേങ്ങാപ്പാല് 1 കപ്പ്, 3 ഏലക്ക അതിന്റെ പുറന്തോടൊക്കെ കളഞ്ഞെടുത്തത്, കറുവപ്പട്ട 4 ചെറിയ പീസ്, ഗ്രാമ്പൂ 6 പീസ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിക്കാനായിട്ട് വെക്കാവേ. പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്ക തുടങ്ങിയവ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ സവാളയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവയൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യില് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് ഒരു 10 മിനിറ്റ് കറി ഇളക്കാണ്ട് ഒന്ന് അടച്ചു വെച്ചേ. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് സെർവ് ചെയ്യാം.